അതെങ്ങനെ അറിയാം? ഈ ചായ ആരുണ്ടാക്കിയേ? അമ്മ. കൊള്ളി. എനിക്കറിയാം. ഓക്കെ. ഇതിന്റെ ആദ്യത്തെ പെണ്ണാണല്ല. സെയിം എന്റെയും ആദ്യത്തെ പെണ്ണാണല്ലോ. കുട്ടി സോഷ്യൽ മീഡിയയൊക്കെ ആക്റ്റീവ് ആണല്ലോ, റീൽസ് ഒക്കെ ചെയ്യാറുണ്ട്? ഇടയ്ക്കൊക്കെ. ഓക്കെ. എന്താ ഐ ഡി? BARRSH വർഷ. ഓക്കെ. ഞാൻ എന്തായാലും ഒരു റിക്വസ്റ്റ് ഇടാം. എൻ്റെ ക്യാപ്റ്റ് രാഹുൽ ചന്ദ്രൻ എന്നാണ്. H അല്ല, G ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും സംസാരിച്ച് നോക്കാം, എന്നിട്ട് തീരുമാനിക്കാതെ വർക്കൗട്ട് ആവില്ല. അതുപോലെ. ഓക്കെ. വർഷക്കുട്ടി ഓ, ഇതാണ് ചെറുക്കൻ. കൊള്ളാലോ. കൊള്ളാല്ലേ? ഇപ്പോഴത്തേക്കും ഐഡിയ ഒക്കെ അങ്ങ് കൈമാറി. അതാവും പറഞ്ഞു പരസ്പരം മനസ്സിലാക്കണമെങ്കിൽ ചാറ്റ് ചെയ്യണം. എന്താ മാതിരി ഉടായിപ്പാ? ഫ്രോഡൊന്നുമല്ല, അവന്റെ ആദ്യത്തെ പെണ്ണാണല്ല. അപ്പൊ നമ്പർ 1 ഫ്രോഡ്. അല്ലെങ്കിൽ ആദ്യത്തെ പെണ്ണ് കാണാനുള്ള ഐഡിയ ഒക്കെ തരുമോ? എനിക്കും തോന്നി ഫേക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവന് മെസ്സേജ് നോക്കാറില്ലേ? എന്തിനാ പുതിയൊരു ഫേക്ക് അക്കൗണ്ട്? എന്റെ അശ്വതി അച്ചുല്ലേ? ഏത് അശ്വതി അച്ചു? എടി, ഞാൻ എന്റെ എക്സിനെ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിട്ടുണ്ടാക്കിയ ഫേക്ക് അക്കൗണ്ടാ. എടി മോളെ, കണ്ടാ? ഹൈഡട്ടെ. മെസ്സേജ് റിപ്ലൈ വരാൻ നോക്കാം. കാവടിയും തുള്ളിയാണ്. ഹലോ ഹലോ. കുളിച്ചാ? സുന്ദരിയായിട്ടുണ്ടല്ലോ. വീടിന്റെ ആധാരം വേണല്ലേ? പിന്നെ അതായത് രമണ, നീ അന്ന് രാഹുലിന് എൻ്റെ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് ഇടാൻ പറഞ്ഞായിരുന്നല്ലോ. അന്നവൻ റിപ്ലൈ തന്നില്ലായിരുന്നു. പക്ഷെ വൈകിട്ട് എനിക്കൊരു ഹായ് വന്നായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചൊരു ഹായ് കൊടുത്തു. പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാനൊന്ന് സംസാരിച്ച് നോക്കിയായിരുന്നു. ഇപ്പം കൈവിട്ട് പോയോന്നൊരു സംശയം. കൈവിട്ടോ? എടി, രാഹുലിന് എന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. എന്നിട്ട് നിനക്കോ? നിനക്ക് വിശ്വസിച്ച് ഞാനല്ലടി മണ്ടി. പിന്നെ ഒന്ന് പെണ്ണ് കണ്ടെന്നല്ലേ ഉള്ളൂ, കേറി പ്രേമിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അല്ല, കറക്റ്റ് ടൈമിങ്. വിളിക്കുന്നുണ്ട്. പറഞ്ഞോ. ഇല്ല, എനിക്ക് വിഷമമൊന്നും ആവത്തില്ല, പറഞ്ഞോ. ശരി. അവന് നേരിട്ട് കാണണമെന്ന് നിന്റെ കാര്യം പറയാനായിരിക്കും. നീ കൂടെ വാ. ഞാൻ വരുന്നില്ല, എനിക്ക് കാണാം. ഏടാ, അമ്മേൻ്റെ ഒരു ഞാഞ്ഞമ്മോട്ട് വന്നു. വർഷ, ഞാനീ പറയാൻ പോകുന്ന കാര്യം കേട്ട് വർഷ ഞെട്ടരുത്. ഒരു വട്ടം കേട്ടോ. പിന്നെ എനിക്ക് വട്ടം. അതായത് വർഷ, ഞാനൊരു പെൺകുട്ടി തമ്മിൽ ഇഷ്ടത്തിലാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ വർഷയെ ഞാനൊന്ന് പെണ്ണ് കണ്ട് വീട്ടിൽ പോയ ദിവസം രാത്രി, അന്നാണ് എനിക്ക് അവളുടെ മെസ്സേജ് ആദ്യമായിട്ട് കിട്ടുന്നത്. ആദ്യമൊന്നും ഞാൻ ആ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ നിന്നില്ല. പക്ഷെ സ്ഥിരമായിട്ട് മെസ്സേജ് വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി. പതിയെ പതിയെ അവൾ എന്നെയും ഞാൻ അവളെ അറിഞ്ഞു തുടങ്ങി. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഇഷ്ടത്തിലാണ് വർഷ. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒരുമിച്ച ഈ ലോകം ഒരുപാട് മനോഹരമാവും. കുട്ടിക്ക് അല്ല, പെങ്ങൾക്ക് എന്നോട് പ്രേമം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതങ്ങ് മറക്കണം. പെങ്ങൾ എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കില്ലേ? ഞാൻ അത്രയേറെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ആരാന്നറിയാൻ പെങ്ങൾക്ക് ആഗ്രഹമില്ലേ? അശ്വതി അച്ചല്ലേ? അതെങ്ങനെ അറിയാം? ഇതാണ് ചേട്ടൻ്റെ അശ്വതി അച്ഛൻ. ഇത് ഏത് അച്ഛതി അച്ഛ? ബട്ടർഫ്ലൈയുടെ പ്രൊഫൈൽ പിക്കുള്ള അശ്വതി അച്ചു. ബട്ടർഫ്ലൈയാ? ഇതൊന്നുമല്ല എൻ്റെ അശ്വതി അച്ചു. ഇതാണ് എൻ്റെ അശ്വതി അച്ചു. എന്തോ സുന്ദരിയല്ലേ? എനിക്ക് സങ്കടമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ട്. എനിക്കും കിട്ടിയില്ല, നിനക്കും കിട്ടിയില്ല, അത്രേ ഉള്ളൂ. നമുക്കുള്ളത് വേറെ എവിടെയോ ഉണ്ട്. ഉറപ്പായിട്ടുണ്ടാവും.
വിഷമമായി തോന്നും. സാരില്ല, എനിക്കെൻ്റെ അച്ചു മതി. അച്ചു, വർഷയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വിഷമായെന്ന് തോന്നുന്നു എന്നെ കിട്ടാഞ്ഞിട്ട്. കുഴപ്പമില്ല, എല്ലാം എൻ്റെ അച്ചുവിൻ്റെ ഭാഗ്യം. എനിക്കെൻ്റെ അച്ചു ഉണ്ടല്ലോ. എന്നാ നമ്മൾ കാണുക. എനിക്ക് അച്ഛനെ കാണാൻ കൊതിയായി. പക്ഷെ എൻ്റെ ഡാഡി ദുബായിൽ നിന്ന് വന്നല്ലോ. ബാത്റൂമിന്റെ പുറത്തോട്ട് വീടിന്റെ പുറത്തോട്ട് ഇപ്പൊ ഇറക്കാറില്ല. അതുകൊണ്ടാണ് കേട്ടോ. സോറി. സാരമില്ല അച്ചു, നമുക്ക് പെട്ടെന്ന് കാണാം. അതങ്ങനെ ഒരു കിഴങ്ങ് പിടിങ്ങവൻ. ഇങ്ങനെ കാഴ്ചക്കാരായി മാത്രം ഇരുന്നാൽ മതിയോ? ഇനി വെറും കാഴ്ചക്കാരായി മാത്രം ഒതുങ്ങേണ്ട, നിങ്ങൾക്കും കഥയുടെ ഭാഗമാണ്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം കഥാപാത്രങ്ങൾ എന്ത് ചെയ്യണം, കഥ എങ്ങോട്ട് പോകണമെന്ന്. കൂടാതെ കഥാകഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എക്സൈറ്റിംഗ് ഗെയിംസുകൾ. സോ ഇപ്പോൾ തന്നെ AVF ഡൗൺലോഡ് ചെയ്യൂ ആൻഡ് സ്റ്റാർട്ട് ബിൽഡിംഗ് യുവർ സ്റ്റോറീസ്.